അപ്പോൾ ദേ ഒരു വൈകുന്നേരം ഞാൻ ദേ തലയൊക്കെ എണ്ണ പുരട്ടി നല്ല എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വിസ്തരിച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിസ്തരിച്ച് കുളിക്കാൻ നേരമില്ല. എന്താണെന്ന് വഴിയേ പറയാം. അതേ അടുത്ത ഫേസ് പാക്കാണ് കേട്ടോ. ഞാനിപ്പോൾ മുപ്ടാൻ പൗഡറാണ് ഫേസ് പാക്കായിട്ട് മിക്ക ദിവസങ്ങളിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതും അപ്ലൈ ചെയ്തിട്ട് പിന്നെ കാറ് കഴുകണം. ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകണം. അപ്പോൾ കാറ് കഴുകിയിട്ടാൽ അമ്മയ്ക്കിപ്പോൾ കൈ വയ്യാത്തത് കൊണ്ട് കാറൊക്കെ കഴുകണം പറഞ്ഞപ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടെ പോയി കാറൊക്കെ കഴുകിയിട്ട് കേട്ടോ. കാറ് കഴുകി കഴിയുമ്പോഴത്തേനും എന്തേ കുളിച്ച അവസ്ഥയിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ എന്തേ കാറൊക്കെ കഴുകിയിട്ട് നേരെ കുളിക്കാനായിട്ട് ഓടിപ്പോയി. സമയം താമസിച്ചു. 5:30 എങ്ങാണ്ടായി. ഞങ്ങൾക്കൊരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതേ കുളിച്ചിട്ട് റെഡിയായി വന്നിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് എടുത്തില്ലേ. അപ്പോൾ അതിനുള്ള സെറ്റിങ്സൊക്കെ ചെയ്ത് ഞാനും വാവക്കുട്ടിയും അപ്പോൾ ചേട്ടനും എന്താ റെഡിയായി. എവിടേക്കാണെന്ന് മനസ്സിലായോ? എളംകുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. കുറേ നാളായി അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് അന്നക്കുട്ടി ചോറ് കഴിക്കാൻ പോയതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നത് ഇന്നാണ് കേട്ടോ. ഭാവി കൊണ്ട് ദീപാരാധന തൊഴുന്നതൊക്കെ ഭയങ്കര പാടാണ്. കാരണം അവളൊട്ടും ഇരിക്കത്തില്ല. അപ്പം ഒരു 6:30 മണി കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ദീപാരാധന കഴിഞ്ഞ് തൊഴാൻ കണക്കിന് നമുക്ക് അമ്പലത്തിലെത്താൻ പറ്റും. അങ്ങനത്തെ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. രാത്രി ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളംകുളം മഹാദേവ ക്ഷേത്രം എത്തി. അവിടെ ഉത്സവം എന്തുമായിരുന്നു തോന്നുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിനകത്തേക്ക് കയറുക കേട്ടോ. വാവക്കുട്ടി ഇച്ചിരി പിണങ്ങി അമ്പലത്തിനകത്ത് ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര പിണക്ക്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ കുളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എനിക്ക് ഒരു പ്രതിഷ്ഠയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഇനി അപ്പുട്ടിന് വെളിയിലെത്തിയപ്പോഴത്തേനും പിന്നെ ടോയ്സ് വേണം. അതും വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് വാവക്കുട്ടിക്ക് കൊലുസ് വാങ്ങാനാണ്. അങ്ങനെ വെള്ളിക്കൊലുസും വാങ്ങി വീട്ടിലേക്കുള്ള ഫുഡ് വാങ്ങാൻ കല്ലമ്പള്ളിയിലുള്ള അൽഷൈസ് കിച്ചണിൽ പോയി. അവിടെ നിന്ന് 2 ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഫുഡും വാങ്ങി വീട്ടിലേക്ക് പോയി.